DGP സ്ഥാനത്ത് നിന്നും കഴിഞ്ഞ ദിവസം വിരമിച്ച ശ്രീ ജേക്കബ് പുനൂസാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി. നമസ്കാരം. 37 വർഷത്തിലധികം നീണ്ട സർവീസ് പടിയിറങ്ങിയത് സംതൃപ്തിയോടെയാണോ? അതെ, അങ്ങേയറ്റം സംതൃപ്തിയോടെയാണ് ഞാൻ എൻ്റെ സർവീസ് ജീവിതം അവസാനിപ്പിച്ചത്. വളരെ സന്തോഷം തോന്നുകയും ചെയ്തു. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങൾ കൂടി ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളൊരു സംതൃപ്തിയും കൂടിയുണ്ട്. 76, 77, 78 പോലീസിനെ കണ്ടപ്പം ഈ പോലീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് ഞാനൊരു കൊച്ചു പുസ്തകം കുറിച്ചു വെക്കുമായിരുന്നു. ഏതാണ്ട് അതിൽ പറഞ്ഞ് മിക്കവാറും എല്ലാ കാര്യങ്ങളും എൻ്റെ സർവീസ് ജീവിതത്തിൽ തന്നെ മറ്റുള്ളവരുടെ എല്ലാവരുടെ സഹകരണത്തോടു കൂടി മറ്റുള്ളവരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ സഹകരണത്തോടുകൂടി നടപ്പാക്കാൻ അങ്ങനെ അത് നടപ്പാകുന്നത് കാണാൻ എനിക്ക് സാധിച്ചു. ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ പടിയിറങ്ങുമ്പോൾ അങ്ങനെ ഒരു കാര്യം അത് ഞാൻ ഇന്നാളിൽ പറഞ്ഞില്ല. ഈ ഒന്ന് പ്രധാനമായിട്ടും ഉള്ളത് പോലീസുകാരുടെ ഒരു സംസാര ഭാഷ, അത് ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പോഴും പരുക്കനാണ്. അവരുടെ പ്രവർത്തനം അത്ര പരുക്കനല്ലെങ്കിലും സംസാര ഭാഷ ഇപ്പോഴും അത്ര പരുക്കനാണ്. പിന്നെ രണ്ടാമത് വാഹനങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും ആളുകളോട് നടു റോഡിൽ വാഹനം നിർത്തുന്നതിന് ശേഷം വാഹനം ഓടിക്കുന്ന ആളിനോട് സ്ത്രീയെന്നോ പുരുഷനോ ഒന്നും ഇല്ലാതെ അവരോട് ഇറങ്ങി വന്ന് ബുക്കും പേപ്പറുമായിട്ട് ദൂരെ ഇരിക്കുന്ന ഒരു എമാൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു ഫ്യൂഡൽ സ്റ്റൈൽ ഓഫ് ചെക്കിംഗ് ആണ്. താങ്കളുടെ ഇനിഷ്യേറ്റീവിൽ തന്നെ ഇത്തരത്തിൽ ഡ്രൈവർ കാർ നിർത്തുമ്പോൾ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസുകാരൻ വാഹനത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ചിലരൊക്കെ നടപ്പാക്കി വരുന്നുണ്ട്, പഴയ പോലെ അല്ല. പക്ഷെ അതൊരു പൂർണ്ണമായിട്ട് അതിനോട് മാനസികമായ ഒരു യോജിപ്പ്. ഞാൻ അവരുടെ പല സമ്മേളനങ്ങളിൽ പോയി പ്രസംഗിക്കുകയും അവരോട് പറയുകയും ഇതിൻ്റെ റിഡിക്കുലസ്നെസ്സിനെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാനൊരു ഓഫീസറാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് ആൾ വരുന്നതാണ് എൻ്റെ ഗമ എന്നൊരു ചിന്താഗതി രൂഢമൂലമാണ് ഈ പോലീസിൻ്റെ ഉപസംസ്കാരത്തിൽ. അതൊരു ലീഗലി റിട്ടൺ ഡൗൺ കോഡല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സാഹചര്യത്തിൽ നാട്ടുകാരും അതാണ് യൂസ്ഡ്. ഇപ്പം ഞാൻ പോവുകയാണെങ്കിൽ എൻ്റെ മകൻ കാണുന്നത് അപ്പനും ഇങ്ങനെ ഇറങ്ങി നടന്ന, വല്യപ്പനും ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പം നാട്ടുകാർക്കും ഇതൊരു അനുചിതമാണ് എന്നൊരു തോന്നൽ നാട്ടുകാർക്കുമില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു പുതിയ പരിഷ്കാരത്തിന് ഒരു മാർക്കറ്റ് വേണം. താങ്കൾ DGP ആയിരുന്ന കാലഘട്ടത്തിലെങ്കിലും ഈ ഒരു ഉപസംസ്കാരത്തിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കാൻ? വളരെ വലിയൊരു മാറ്റം. ഞാൻ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ഈ ഉപസംസ്കാരത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഉള്ള സംസ്കാരം എന്താ? ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു കലാലയത്തിലേക്ക് പോലീസ് വന്നാൽ കലാലയത്തിന് കാക്കി കളങ്കമാണ് എന്ന് ഞങ്ങൾ സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ വിദ്യാർത്ഥികളാണ് ഞങ്ങളൊക്കെ. ഇപ്പം അത് മാറിയിട്ട് ഇപ്പം ഞങ്ങൾ പോലീസ് അവിടെ വേണം. അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും എല്ലാവരും കൂടെ പറയുകയാണ് പോലീസ് അവിടെ വരണം, പിള്ളേരെ പോലീസാക്കണം. അപ്പോൾ പോലീസിൻ്റെ ഉപസംസ്കാരത്തിൽ, അതായത് വിദ്യാർത്ഥികളോട് പ്രതികരിക്കാനും അവരുടെ കൂടെ നടക്കാനും അവരെ ബോധവൽക്കരിക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനുമുള്ള ഒരു ഉപസംസ്കാരം നമ്മുടെ പോലീസിൽ ഉടലെടുത്തിട്ടുണ്ട്. അത് സമൂഹം അംഗീകരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ ജനകീയ മുഖം കൊണ്ടുവരാൻ താങ്കൾ ഉൾപ്പെടെയുള്ളവർ വളരെ കഠിനമായി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇത്രത്തോളം മതിയോ? ഏതൊക്കെ തലത്തിലേക്ക് അത് പോരാ. ഇനി വളരെ വളരെ പോകണം. ഈ ജനകീയ മുഖമെന്ന് പറയുന്നത് ഞങ്ങൾ പഠിച്ചിരുന്ന, ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന, ഞങ്ങൾ ശീലിച്ചിരുന്ന പല കാര്യങ്ങളും വളരെ കാര്യമായിട്ട് മാറിയേ പറ്റുള്ളൂ. ഇത് ഗ്രാജുവലായിട്ടുള്ള ഒരു പരിണാമ പ്രക്രിയയാണ്. അപ്പോൾ നമ്മുടെ ഈ കുരങ്ങൻ മനുഷ്യനായ എത്രയും കാലം എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനേക്കാൾ അതുപോലെ തന്നെ ഒരു പ്രക്രിയയാണ്. കാരണം ഞങ്ങൾ നേരെ തിരിച്ചുള്ള പോലീസായിരുന്നു. എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുന്ന പോലീസ്, അനുസരിപ്പിക്കുന്ന പോലീസ്, ഭയപ്പെടുത്തുന്ന പോലീസ്. ആ ഭയപ്പെടുത്തുന്ന പോലീസിൽ നിന്ന് സഹായിക്കുന്ന പോലീസായിട്ട് അങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞാൽ അതൊരു വൈകാരികമായ സമൂഹത്തിൻ്റെ തന്നെ മൂല്യബോധത്തിന് ഉതകുന്ന രീതിയിലുള്ളൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പോലീസായിട്ട് മാറണം. അതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. പക്ഷേ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാന സാമൂഹിക പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ ഇവിടുത്തെ നേതൃത്വം, വിദ്യാഭ്യാസമുള്ള ആളുകൾ, ഇതൊക്കെ ഈ പോലീസ് ജനകീയമാകുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന വലിയ ഒരു ആശയ സമൂഹം കേരളത്തിൽ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് ഇത് മുമ്പോട്ട് തന്നെ പോകും. പോലീസിനൊരു കുടുംബമുണ്ട് എന്നും പോലീസിനപ്പുറത്തൊരു സമൂഹമുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് താങ്കളുടേത്. ഇതെങ്ങനെ രൂപപ്പെട്ടതാണ്? സ്വയം അനുഭവങ്ങളിൽ നിന്നാണോ? അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പോലീസ് ആകുന്നൊരിക്കലും വിചാരിച്ച് പോലീസായതല്ല. ഈ സമൂഹത്തിലുള്ള ബാക്കി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യുകയും വളരെയധികം ഇടപെടുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു വിദ്യാർത്ഥി ജീവിതമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പൊതുസമൂഹത്തെക്കുറിച്ചും ഒക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ പൊതുസമൂഹവുമായിട്ടും ഞാൻ പറഞ്ഞില്ല, ബുക്ക് വെക്കാൻ തന്നെയുള്ള കാര്യം അതാണ്. ഈ പൊതുസമൂഹവും നമ്മുടെ ധാരണയും നമ്മുടെ നിയമവ്യവസ്ഥയെക്കുറിച്ചുള്ള നമുക്കുള്ള ധാരണയും പോലീസിൻ്റെ പ്രവർത്തന രീതിയിൽ വലിയ വിടവുണ്ട്.
കാരണം ആളുകൾ എന്തിനെ പോലീസിനെ ഭയപ്പെടണം? എനിക്കൊരിക്കലും മനസ്സിലാത്ത കാര്യമാണ്. ഒരു കുട്ടിക്ക് അപകടം വന്നാൽ കുട്ടി ഓടി ചെല്ലേണ്ടത് പോലീസുകാരൻ്റെ അടുത്തേക്കാണ്. ഭയപ്പെടുന്ന കുട്ടി ഓടി ചെല്ലേണ്ടത് പോലീസുകാരനായിട്ടാണ്. ആ കുട്ടിയോടാണ് അമ്മ പറയുന്നത് ഓടാ പോലീസിനെ പേടിക്കണമെന്ന്. അപ്പോൾ അതൊരു വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യം നമ്മുടെ ചില സാമൂഹിക ഘടനകളും നമ്മുടെ ഭരണരീതികളും നമ്മുടെ സമൂഹത്തിൽ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തതാണ്. അപ്പോൾ പോലീസിൻ്റെ നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് റോൾ അതിലേക്ക് പോലീസിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അല്ലാതെ അത് വേറൊരു വലിയ ഒരു സാമൂഹിക വിപ്ലവമൊന്നുമല്ല. ഇത്തരത്തിലുള്ള സാമാന്യ സുരക്ഷ ഒരു സമൂഹത്തിന് ഒരു വ്യക്തിക്ക് കൊടുക്കണമെന്ന് പറയുമ്പോഴും കേരള പോലീസിലെ കമാൻഡോ വിങ്ങിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്ന ഒരാളാണ് താങ്കൾ. അതെ, അത് ഈ രണ്ട് രീതിയിൽ പോലീസ് സേനയെ നിലനിർത്തണം എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഇതിൻ്റെ അതിനെ ഒരു വൈരുദ്ധ്യാത്മിക എന്ന് തന്നെ പറയാം. പക്ഷേ അതേ സമയത്ത് പോലീസിന് ശക്തി വേണം, ആയുധം വേണം. ഞാൻ തോക്ക് കൊണ്ട് നടക്കാറില്ല, പക്ഷെ തോക്ക് കൊണ്ട് നടക്കുന്നതിന് ഞാൻ എതിർക്കുന്നില്ല. കാരണം ആയുധവും ഒക്കെ വേണം. കാരണം ചില ഘട്ടങ്ങളിൽ എല്ലാം ഭീഷണിക്ക് വിധേയമാകുമ്പോൾ, നമ്മൾ വിലപ്പെട്ട പലതും നമുക്ക് നശിക്കുമെന്ന് ഉറപ്പാകുമ്പോൾ നമുക്ക് ശക്തി പ്രയോഗിച്ചേ പറ്റൂ. അപ്പോൾ ആ ശക്തി പ്രയോഗം തന്നെ നമ്മുടെ സംരക്ഷണ വ്യഗ്രതയുടെ പ്രതിഫലനമാണ്, അല്ലാതെ നശീകരണത്തിനുള്ള മാർഗമല്ല. ഞങ്ങളുടെ കമാൻഡോ വിങ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ തോക്കെന്ന് പറയുന്നതും സംരക്ഷണ ആയുധങ്ങളാണ്, അല്ലാതെ നശീകരണ ആയുധങ്ങളല്ല. അപ്പോൾ നമ്മുടെ സംരക്ഷണ ദൗത്യത്തിൻ്റെ ഭാഗം തന്നെയാണ് ശക്തിയും കമാൻഡോയും. ആ രീതിയിലാണ് ഞങ്ങളതിനെ. 50,000-ലധികം കോടി രൂപയുടെ ഹവാല മാഫിയ ഇടപാടുകൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് മേധാവിയായിരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ താങ്കൾ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? 50,000 കോടി മാഫിയ എന്ന് ഞാനന്ന് വിലയിരുത്തിയത് 2006 ഓഗസ്റ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അന്ന് ഞാൻ പലതരത്തിലുള്ള മാഫിയയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ മാഫിയകളിൽ പലതും ഇപ്പം അശക്തമാണ്. ഉദാഹരണത്തിന് ഈ ബ്ലേഡ് മാഫിയ ഇപ്പോൾ കാണാം. ഇപ്പം അങ്ങനെ വലിയ വണ്ടിപിടുത്തം കൊണ്ടോ അല്ലെങ്കിൽ വീട് തല്ലിപ്പൊളിച്ചുള്ള കയ്യേറ്റം കൊണ്ടോ വസ്തുക്കൾ ജപ്തി ചെയ്യാനുള്ള അക്രമങ്ങളൊന്നും കഴിഞ്ഞ 2 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരെ വളരെ ശക്തിയായിട്ട് ആ ഒരു ഓർഗനൈസ് സിസ്റ്റം, കാരണം അവർക്കൊരു സിസ്റ്റം ഉണ്ട് ഈ ബ്ലേഡ് കമ്പനികൾക്ക്, അവരെ നിയന്ത്രിക്കാൻ നമുക്ക് വളരെയധികം സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിക്കർ മാഫിയ, മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രബലമായ ഒരു മാഫിയ സംസ്ഥാനത്തുണ്ടായിരുന്നു. അത് ഏതാണ്ട് തന്നെ ഇല്ലാതായിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു മാഫിയ ഉണ്ട്, അത് മണൽ മാഫിയയാണ്. ഒരുപക്ഷെ മണൽ മാഫിയ വളരെ ലാഭകരമായിട്ട് നടക്കുന്നതുകൊണ്ടായിരിക്കും മറ്റും രംഗങ്ങളിലേക്ക് ആളുകൾ പ്രവേശിക്കാതെ. മണലിൻ്റെ കാര്യത്തിൽ വലിയ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഇടപെടൽ അവിടെ സാധ്യമല്ലാതെ പോകുന്നത്? ആ ഇടപെടൽ സാധ്യതകളെന്ന് പറഞ്ഞാൽ കേരളത്തിൽ 44 പടിഞ്ഞാട്ടും കിഴക്കോട്ടും കൂടി നദി കൂട്ടിയിട്ട് 44 നദിയുണ്ട്. എല്ലാം കൂടെ 3500-4000 കിലോമീറ്ററോളം നദീ തീരങ്ങളുണ്ട്. ഇവയെല്ലാം തുടർച്ചയായിട്ട് പോലീസ് ചെയ്യുക എന്നുള്ളതിനുള്ള സംഖ്യാബലം നമുക്കില്ല. ആ നിയമം വരുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള പോലീസ് സേന ഫോർ പെട്രോളിംഗ് ദി റിവർ ബാങ്ക്സ് നമുക്കില്ല. റിവർ ബാങ്ക് പെട്രോൾ ചെയ്യുന്നത് വഴിയോടെ പോയാൽ പറ്റില്ല. ലോക്കൽ പൊളിറ്റീഷ്യൻസും അതോടൊപ്പം പോലീസും ഈ ഒരു മാഫിയയുടെ ഭാഗമാകുന്നത് കൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് വലിയ ആക്ഷേപമുണ്ട്. ഉണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഈ അവിടെ ലോക്കലായിട്ട്, വളരെ ലോക്കലായിട്ട്, ഞാൻ വലിയ നേതാക്കന്മാരെയൊന്നും പറയത്തില്ല, അവിടെ ലോക്കലായിട്ട് ഈ മണൽ പാസ് അല്ലെങ്കിൽ വ്യാജ പാസ്, ഇപ്പം എൻ്റെ പേരിൽ തന്നെ ആരോട് പാസ് എടുത്തെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വ്യാജ പാസ് ഉണ്ടാക്കുക, അത് ഉപയോഗിച്ച് മണൽ കൊണ്ടുപോകുക, ഇതൊക്കെ ലോക്കലായിട്ട് നടക്കുന്ന സംഗതികളാണ്. ഇതിൻ്റെ ഈ മാഫിയയുടെ ഒരു പ്രത്യേകത, ഇത് വലിയ ഒരു ശൃംഖലയുള്ള മാഫിയ അല്ല, ഇത് ഓരോ സ്ഥലത്ത് കൂണ് പോലുള്ള മാഫിയയാണ്. TP വധത്തിൽ ഒരു തിരക്കഥയ്ക്കനുസരിച്ചാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്നുള്ള ആക്ഷേപം CPIM ഉയർത്തുന്നുണ്ട്. പോലീസിനെതിരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പോലും CPIMന്റെ നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ട്? ആ കേസ് ഇപ്പോൾ കോടതിയിലാണ്. അപ്പോൾ ആ കേസിൻ്റെ തെളിവുകളെ സംബന്ധിച്ചുള്ള ഒരു വിശകലനത്തിന് ഞാൻ തയ്യാറല്ല. അതേസമയം ആ കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടി നമ്മൾ നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ എന്തെങ്കിലും സത്യസന്ധതയില്ലാതെ പെരുമാറുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണെന്നും എനിക്ക് വിശ്വാസമില്ല. എത്ര പ്രതികൂല സാഹചര്യങ്ങളിലും എത്ര പൊതുജനാഭിപ്രായം എത്ര അവർക്കെതിരായിട്ട് പറഞ്ഞാലും സ്വന്തം നിലപാട് സത്യസന്ധമായി വെച്ചു പുലർത്തുന്ന ചില ഉദ്യോഗസ്ഥന്മാരാണ് ആ പർട്ടിക്കുലർ ടീമിൽ തന്നെ ഉള്ളത്. അത് കേരള സമൂഹത്തിന് അനുഭവമുള്ളതാണ്. അപ്പോൾ അവരാണ് അന്വേഷണം നടത്തിയത്. ഈ തെളിവുകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതെപ്പോഴും എന്നും വിലയിരുത്തേണ്ടത് കോടതികളാണ്. അപ്പോൾ അവരുടെ അന്വേഷണത്തിൻ്റെ സമയത്ത് അവർക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ചില നിഗമനങ്ങളെത്തുകയും
അത് നടപടികളെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരത് സത്യസന്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ആ തെളിവുകൾ പര്യാപ്തമാണോ എന്നുള്ള കാര്യം വിലയിരുത്തേണ്ടത് ഈ നാട്ടിലെ കോടതികളാണ്. അത് സംസ്ഥാന പോലീസ് മേധാവിയല്ല അക്കാര്യം തീരുമാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത് സംസ്ഥാനത്തെ പോലീസ് സേന കരുതിയിരുന്നോണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ എന്തും ചെയ്യാം CPM നേതാക്കളെ എന്നുള്ള ഒരു ധാരണ വേണ്ട എന്നൊക്കെ മട്ടിൽ സംസാരിക്കുമ്പോൾ ഇത് പോലീസ് സേനയുടെ ഒരു മനോവീര്യം തകർക്കാറുണ്ട്. പോലീസ് സേനയുടെ മനോവീര്യത്തിന് യാതൊരു കുഴപ്പമില്ല. ഞങ്ങളുടെ ജോലി കേരളത്തിലെ പോലീസുകാർ വളരെ കാര്യമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവർ രാഷ്ട്രീയ രീതിയിലാണ് അവർ പ്രതികരിക്കേണ്ടതും അവർ ചർച്ച ചെയ്യേണ്ടതും. ഞങ്ങൾ ജോലി ചെയ്യേണ്ടത് നിയമം നോക്കിയും നിയമത്തിൻ്റെ നടപടിക്രമങ്ങൾ നോക്കിയാണ്. അപ്പോൾ ഇത് അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് ഞങ്ങളുടെ നിയമ നടപടിക്രമങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. പോലീസ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് എങ്ങനെ ചോർന്നു കിട്ടി, ഇത് സംബന്ധിച്ച് കേസ് പോലും അതെ കിട്ടിയെന്ന് നിങ്ങളല്ലേ പറയുന്നത്? അല്ല, ആ രീതിയില്ല. എങ്ങനെ ചോരുന്നു എന്നത് സംബന്ധിച്ചൊരു പോലീസ് മേധാവി എന്ന നിലയിൽ ഇല്ല, ഇതിന് വലിയ ചോർച്ചയില്ല. ഞാൻ ഈ മാധ്യമങ്ങളിൽ വരുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് വായിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ചോർച്ചയില്ല. ഈ ഞങ്ങളുടെ തെളിവ് ശേഖരണം എന്ന് പറയുന്നത് ഒരു പരസ്യ പ്രക്രിയയാണ്. ഒരു സ്ഥലത്ത് ഒരു കുളത്തിൽ ഒരു സാധനം കിടക്കുന്നു. ആ കുളത്തിലെ വെള്ളം വറ്റിച്ച് നമ്മൾ തെളിവെടുക്കുന്നു. ഇത് പരസ്യമായ പ്രക്രിയയാണ്. അപ്പോൾ ആ ആളുകളെല്ലാം അത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സാക്ഷിയെ വിളിക്കുന്നു, ഒരു വീട്ടിൽ നിൽക്കുന്നു. ഇപ്പോൾ ഇന്ന് അടുത്ത വീട്ടിലെ ഒരു സാക്ഷിയെ ഞാൻ വിളിക്കുന്നു. അപ്പോൾ ആ സാക്ഷിയെ വിളിച്ചെന്നും അയാളെ ചോദ്യം ചെയ്യുന്ന നാട്ടുകാർക്കെല്ലാം അറിവുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് ഈ കേസ് അന്വേഷണത്തിൻ്റെ 90% വളരെ സ്മാർട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഏത് പത്രപ്രവർത്തകനും കരസ്ഥമാക്കാവുന്നതാണ്. വളരെ എളുപ്പം കരസ്ഥമാക്കാവുന്നതാണ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാതെ തന്നെ. അതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ സ്വഭാവം. അന്വേഷണം ജനങ്ങളുടെ ഇടയിലാണ്. അല്ലാതെ അന്വേഷണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ പ്രക്രിയയല്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ നടത്തുന്ന, ജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിച്ചിട്ടുള്ള ഒരു അന്വേഷണ പ്രക്രിയയാണ് പോലീസ് കേസ് അന്വേഷണം. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഒരു 90% കാര്യങ്ങളും മാധ്യമങ്ങൾക്കെല്ലാം അറിവുള്ളതായിരിക്കും. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും 2 മന്ത്രിസഭകളുടെ കാലത്ത് DGP ആയിരുന്ന വ്യക്തിയാണ് താങ്കൾ. DGP എന്ന നിലയിൽ പ്രവർത്തനം കൂടുതൽ സ്മൂത്തായിരുന്നത് ഏത് ഘട്ടത്തിലാണ്? അത് ഞാൻ നോക്കേണ്ടത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എൻ്റെ ജോലി മന്ത്രിസഭയെ നിയന്ത്രിക്കുകയോ മന്ത്രിയെ നിരീക്ഷിക്കുകയോ അല്ല. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ നാട്ടിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആര് ഭരിച്ചാലും ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ ക്രമസമാധാന പ്രക്രിയയും കേസന്വേഷണ പ്രക്രിയയും നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് എൻ്റെ ജോലി. ഐസ്ക്രീം പാർലർ കേസിൽ VS അച്യുതാനന്ദൻ കഴിഞ്ഞ മന്ത്രിസഭയുടെ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയെ അറസ്റ്റ് ചെയ്യണമെന്ന സമ്മർദ്ദം DGP ആയിരുന്നു താങ്കൾക്കുമേൽ വല്ലാതെ ചെലുത്തിയെന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതിൽ ശരിയുണ്ട്? അല്ല, അദ്ദേഹം ആ കേസ് അന്വേഷണ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ കേസുകാരെ സംബന്ധിച്ച് മറ്റു ചില കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം എന്നെ വിളിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അത്രയും കാര്യം എനിക്കറിയാം. എന്നോട് എന്നെ വിളിച്ചിട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. താങ്കളൊരു കുറിപ്പ് VS അച്യുതാനന്ദന് നൽകി തെളിവുകൾ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അറസ്റ്റ് ചെയ്യാൻ തക്ക തെളിവുകളില്ല എന്ന ഒരു കുറിപ്പ് നൽകുകയും അത് മലമ്പുഴയിലായിരുന്നു VS അതിന് താങ്കളോട് വിശദീകരണം ചോദിച്ചു എന്നും അന്ന് വാർത്തയുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും അദ്ദേഹം ഒരു പർട്ടിക്കുലർ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അന്നുണ്ടായിരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കേസ് ഡയറിയും ചില സ്റ്റേറ്റ്മെൻറ്റ്സും ഒരു പർട്ടിക്കുലർ വക്കീലിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഇഷ്യൂ. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഇതുണ്ടായത്. കാരണം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കുറച്ചേറെ സ്വാതന്ത്ര്യമുണ്ട്. ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് തീരുമാനിക്കുന്നത്. ഇതാണ് അതിൻ്റെ കാര്യം. അതിൽ VS അച്യുതാനന്ദന് ഒരു അമിത സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ താല്പര്യം എടുത്തു എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരെ മേലധികാരികളെ വിലയിരുത്തുന്ന ആളല്ല. അങ്ങനെയുള്ള വാക്കൊന്നുമല്ല. അപ്പം പലപ്പോഴും പലരും പല ആവശ്യങ്ങൾ നമ്മുടെ മേൽ വരാറുണ്ട്. ആ ആവശ്യം ഉണ്ടാകുമ്പോൾ ആവശ്യം നീതിയാണോ അല്ല ന്യായമാണോ നീതിയാണോ എന്നല്ല, നമ്മൾ നിയമമാണോ എന്നുള്ളത് നോക്കിയിട്ട് ആണ് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിലും ഇത് ശരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇങ്ങനെ ഒരു സംഗതി ചെയ്യേണ്ടത് ശരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അദ്ദേഹം അതിനനുസരിച്ചായിരിക്കും ആ ശരിയായിട്ടുള്ള കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ അത് നിയമപരമല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയത് കൊണ്ട് അവരത് ചെയ്യാൻ വിസമ്മതിച്ചു. ഐസ്ക്രീം കേസ് തുടക്കത്തിൽ
താങ്കളും ശേഖരൻ മിനിയോടനും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ അന്ന് കല്ലട സുകുമാരൻ്റെ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് എം കെ ദാമോദരൻ നൽകിയ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തെളിവുകളില്ല എന്ന് താങ്കൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം. ഐസ്ക്രീം കേസ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം 14 മാസം കഴിഞ്ഞിട്ടാണ് ഈ അപ്ഡേറ്റ് കൊടുക്കുന്നത്. ഐസ്ക്രീം കേസ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിന്റെ അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി മുമ്പാകെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഈ അപ്ഡേറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ അന്വേഷണം അവസാനിച്ചു കഴിഞ്ഞ ഒരു കേസിലാണ് ഇത് കൊടുത്തത്. അപ്പം പല തെറ്റിദ്ധാരണയ്ക്കും ഇടയാകുന്നത് ഇതൊക്കെ അന്വേഷണത്തിന്റെ ആരംഭ ദശയിൽ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് അന്വേഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞ് പൂർണ്ണമായും അന്വേഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞ് കോടതി മുമ്പാകെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതിക്ക് മുമ്പാകെ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. ആ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ട് ഗവൺമെന്റിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. അല്ല നമ്മൾ കയറിപ്പോയി അങ്ങോട്ട് ഞാൻ അഫിഡവിറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതല്ല. സുപ്രീം കോടതി അഫിഡവിറ്റ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു, ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു, ഗവൺമെന്റ് എന്നെ അധികാരപ്പെടുത്തുന്നു. ആ അധികാരപ്പെടുത്തുന്നതിന് പ്രകാരം ആ കേസ് അന്വേഷണ വേളയിൽ വ്യക്തമായ സംഗതികളെ കുറിച്ചുള്ള ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതി മുമ്പാകെ കൊടുക്കുന്നു. സുപ്രീം കോടതി അത് വിലയിരുത്തുന്നു, കേസ് ഡയറി വാങ്ങുന്നു. 2-3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് സുപ്രീം കോടതി അതിനെക്കുറിച്ച് വിധി പ്രസ്താവിക്കുന്നത്. ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഇത് ഐസ്ക്രീം കേസ് അന്വേഷണം സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും പുനരന്വേഷണത്തിലേക്ക് എത്തപ്പെട്ട ഒരു ഘട്ടത്തിൽ ഇതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തെളിവുകളില്ല എന്നൊരു നിലപാട് തന്നെ താങ്കൾക്ക് സ്വീകരിക്കേണ്ടി വരുന്നു. കാരണം ഒരു സത്യവാങ്മൂലം ആ രീതിയിൽ കൊടുത്തത് കൊണ്ട് എന്തൊരു ആക്ഷേപമുണ്ട് അതിൽ. ഈ കാര്യത്തിൽ ഞാനൊരു നിലപാടും സ്വീകരിക്കാറില്ലല്ലോ. ഈ കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ഇടപെടുത്തുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിന്റെ സത്യങ്ങൾ കണ്ടുപിടിക്കുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്നു, സാക്ഷികളെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നു, അതിനെ കോടതികളെ വിലയിരുത്തുന്നു. ഈ പ്രക്രിയയിലൊന്നും ഒരു വ്യക്തിയുടെ അഭിപ്രായ രൂപീകരണത്തിന് വലിയ പ്രസക്തിയില്ല. ഏത് തെളിവുകൾ വന്നാലും ആ തെളിവുകൾ വിലയിരുത്താൻ കോടതികളുണ്ട്. മാറി മാറി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ കേരള പോലീസിലെ ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും സത്യസന്ധരെന്ന് എല്ലാവരും പറയുന്ന ഏതാണ്ട് 14ഓളം ഉദ്യോഗസ്ഥന്മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിൽ കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. ഈ കേസ് ഉണ്ടായപ്പോഴെല്ലാം തന്നെ അന്നത്തെ സമൂഹവും അന്നത്തെ ഉദ്യോഗസ്ഥന്മാരും അന്നത്തെ പത്രപ്രതിനിധികളും സത്യസന്ധരെന്ന് വിശ്വസിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് ഈ കേസുകൾ അന്വേഷിക്കാൻ വേണ്ടി നിയുക്തരാക്കിയിരുന്നത്. അപ്പോൾ ഒരു സമയത്തും ഒരു ബോധപൂർവമായിട്ട് തെറ്റായ രീതിയിലൊരു കേസ് അന്വേഷണം നടത്തേണ്ട ഒരു സമ്മർദ്ദമോ സന്ദർഭമോ ഈ കേസിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. തെളിവുകളില്ലാതെ ഒരാൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നതിന് സത്യസന്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വൈമുഖ്യം കാണിക്കും. ഇതാണ് കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ഐസ്ക്രീം കേസിലും ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. താങ്കൾ തന്നെ അല്പം മുമ്പ് പറഞ്ഞതുപോലെ നിയമവിരുദ്ധമായ ഒരു കാര്യം ആര് പറഞ്ഞാലും ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടാണ് താങ്കൾക്കെന്ന് പറയുമ്പോൾ ഉത്തരമേഖല IG ആയിരിക്കുമ്പോൾ താങ്കളുടെ ഈ പ്രസ്താവന ഒരുപക്ഷെ വിവാദമായിരുന്നു. പക്ഷേ സ്വന്തം കരിയറിൽ പിൽക്കാലത്ത് അത് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാറില്ല. നിയമവിരുദ്ധമായിട്ട് അത് മുമ്പേ പറഞ്ഞ കാര്യത്തിൽ അതാണ്. നിയമം എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കും. പലപ്പോഴും നമ്മളോട് ആളുകൾ ആവശ്യപ്പെടുന്ന നിയമം അറിയാതായിരിക്കും. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നിയമം അറിയാതെയാണ് പല ആളുകളും പല സംഗതികളും ആവശ്യപ്പെടുന്നത്. അങ്ങനെ നമ്മൾ നിയമം ചൂണ്ടിക്കാണിച്ച് ഇതാണ് എൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ തന്നെ പലപ്പോഴും ആളുകൾ അതിൽ നിന്ന് പിൻവാങ്ങും. പോലീസ് സേനയിലുള്ളിൽ പ്രത്യേകിച്ച് IPS ഓഫീസേഴ്സിനിടയിൽ ഒരു ഗ്രൂപ്പുകളുണ്ട് എന്ന് പറയുന്നതിൽ ശരിയുണ്ട്? യാതൊരു ശരിയല്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ശരിയല്ല. കേരളത്തിൽ എല്ലാ IPS ഉദ്യോഗസ്ഥന്മാരും പരസ്പരം സഹകരിക്കുന്ന ഒരു കേഡറാണ് കേരളത്തിലുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കേരളത്തിലെ ഞാൻ വന്നതിന് ശേഷം 10 പേർക്കാണ് DGP റാങ്ക് ലഭിച്ചത്. ആർക്കും DGP റാങ്ക് ലഭിക്കാതെ പോയിട്ടില്ല. ഞാൻ DGP ആയതിനു ശേഷം തന്നെ 10ഓളം പേർക്ക് DGP റാങ്ക് ലഭിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. താങ്കൾ വ്യക്തിപരമായി ഇടതുപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ അവരുടെ ഒരാളാണെന്ന് പറയുമ്പോൾ പക്ഷേ അവസാന കാലത്തിൽ താങ്കൾ അങ്ങനെയല്ല വരുന്നത് എന്നൊരു ഇമേജ്. വീണ്ടും അങ്ങനെ പറയുന്നത് എൻ്റെ ആരംഭകാലത്തെ കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ്. അത് എനിക്ക് കുറച്ച് നാളായിട്ട് തന്നെ ഇതിലുണ്ടല്ലോ. ഉദാഹരണത്തിന് എന്നെ കാലിക്കറ്റ് കമ്മീഷണറാക്കി. എന്നെ കാലിക്കറ്റ് കമ്മീഷണറാക്കിയത് 1979 നവംബറിലാണ്. അന്ന് ശ്രീ CH മുഹമ്മദ് കോയാണ്, അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അദ്ദേഹമാണ് എന്നെ കാലിക്കറ്റ് കമ്മീഷണറാക്കുന്നത്, തലശ്ശേരി ISP. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ആ ഭരണം പോയി, ഒരു പ്രസിഡന്റ് ഭരണം വന്നു. ആ പ്രസിഡന്റ് ഭരണകാലത്ത് ഞാൻ കാലിക്കറ്റ് കമ്മീഷണറായിട്ട് തുടർന്നു. അതിനുശേഷം ശ്രീ TK രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും ശ്രീ നായനാർ മുഖ്യമന്ത്രിയുമായിട്ട് ഒരു ഭരണം വന്നു. 1980 ജനുവരി അവസാനം മുതൽ 1981 ഒക്ടോബർ വരെ. ആ കാലഘട്ടം മുഴുവൻ ഞാൻ കാലിക്കറ്റ് കമ്മീഷണറായിരുന്നു. അത് കഴിഞ്ഞൊരു പ്രസിഡന്റ് ഭരണം വന്നു. അന്ന് ഞാൻ കാലിക്കറ്റ് കമ്മീഷണറായിരുന്നു. അതിനുശേഷം ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രിയും ശ്രീ ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയായിട്ട് ഭരണം വന്നു. ആ കാലഘട്ടത്തിൽ മുഴുവൻ ഞാൻ കാലിക്കറ്റ് കമ്മീഷണറായിരുന്നു. അതിനുശേഷം ഒരു പ്രസിഡന്റ് ഭരണം വന്നു 82. ആ പ്രസിഡന്റ് ഭരണകാലത്ത് ഞാൻ കാലിക്കറ്റ് കമ്മീഷണറായിരുന്നു. അതിനുശേഷം ശ്രീ K കരുണാകരൻ
മുഖ്യമന്ത്രിയും ശ്രീ വയലാർ രവി ആഭ്യന്തരമന്ത്രിയുമായിട്ടൊരു കാലം ഉണ്ടായിരുന്നു. അന്നും ഞാൻ കാലിക്കറ്റ് കമ്മീഷനായിരുന്നു. അങ്ങനെ 7 വ്യത്യസ്ത ഭരണകൂടങ്ങൾ തുടർച്ചയായിട്ട് മാറി മാറി വളരെ രാഷ്ട്രീയ കലുഷിതമായ കേരളത്തിൽ ഭരിച്ച ഒരു സമയത്തും 7 ഭരണകൂടങ്ങളിലും ഞാൻ ഒരേ ലോ ആൻഡ് ഓർഡർ പോസ്റ്റിൽ കാലിക്കറ്റ് കമ്മീഷണറായിട്ട് ഇരുന്ന വ്യക്തിയാണ്. പോലീസിന്റെ ആധുനികവൽക്കരണത്തിന് ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ നമുക്ക് ഈ എക്യുപ്ഡ് ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി പോലീസിന് ചെയ്യാം. അത് നമ്മൾ വളരെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി വളരെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊരു റിസോഴ്സ് കൺസ്ട്രെയിൻ്റ് ഉണ്ട്. നാട്ടിലെ സർക്കാരിൻ്റെ സാമ്പത്തിക പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് ധാരാളം കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കേരള സർക്കാരാണ് എന്ന് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും കമ്പ്യൂട്ടറുള്ള, എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇൻ്റർനെറ്റുള്ള, എല്ലാ പോലീസ് സ്റ്റേഷനിലും FIR കമ്പ്യൂട്ടറിലെടുക്കുന്ന, പോലീസുകാർക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ടുള്ള, ഇപ്പോൾ ടച്ച് സ്ക്രീൻ കിയോസ്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കൂടി ഭരണം നടത്തുന്ന ഏക പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആരും വിശ്വസിക്കുകയല്ല, പക്ഷെ അതാണ് എൻ്റെ സത്യം. നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ചെന്നെത്തിയെന്നല്ല, ഇനിയും വളരെ മുമ്പോട്ട് പോകാനുണ്ട്. പടിയിറങ്ങുമ്പോൾ ഏറ്റവും അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു കാര്യം, ഒരു സംഭവം, അതെന്താണ്? ഏറ്റവും അഭിമാനത്തോടു കൂടി എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് ഒരു കേരളത്തിലെ ഒരു പുതിയ ഒരു പോലീസ് നിയമം, അത് എല്ലാ ഭാഗത്തുള്ള ആളുകളുടെ സഹകരണത്തോടുകൂടി, നമ്മുടെ എല്ലാ ഭാഗത്തുള്ള MLA-മാരും പൊതുജനങ്ങളും കേരളത്തിൽ ആയിരക്കണക്കിന് വക്കീലന്മാരും പൊതുപ്രവർത്തകരും എല്ലാവരും കൂടി കൂട്ടായിട്ട് ആലോചിച്ച് ഭരണ പ്രതിപക്ഷ ആളുകളുടെ എല്ലാ സഹകരണത്തോടു കൂടി വലിയ ഒരു നിയമം, പോലീസ് നിയമം. ഒരു പക്ഷേ ഇന്നിപ്പോൾ അത് അന്നത്ര ആളുകൾ തന്നെ ഗവനിച്ചില്ല. ഇപ്പോൾ അത് വളരെ കാര്യമായിട്ട് ഇന്ത്യക്ക് മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായ ഒരു പോലീസ് നിയമമാണ്. ആ നിയമം ഉണ്ടാക്കിയെടുക്കാൻ കേരള നിയമസഭയെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത്, അന്നത്തെ സർക്കാരിനെ സഹായിക്കാൻ, നിയമസഭാംഗങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ വളരെ അഭിമാനപൂർവ്വം സ്മരിക്കുന്ന ഒരു സംഗതിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ ഡ്യൂട്ടി അന്നന്ന് ചെയ്യുന്നു, അതിലൊക്കെ ഒരു സംഗതിയുണ്ട്. ഒരു ഡ്യൂട്ടിക്ക് അയക്കുന്ന ഡ്യൂട്ടി നല്ലപോലെ ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പൊതുവെ തൃപ്തികരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്തു എന്ന് എനിക്ക് അഭിമാനം ഉള്ളതും ഇതാണ്. ഒരു നിയമനിർമ്മാണ പ്രക്രിയയിൽ നിയമനിർമ്മാണ സഭയെയും സർക്കാരിനെയും നിയമസഭാംഗങ്ങളെയും സഹായിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു ചരിതാർത്ഥമുള്ള സംഗതിയാണ്. വളരെ നന്ദി ഇന്ത്യ വിഷ്ണുവായി സഹകരിച്ചത്.